വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഉരുണ്ട് കളിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയെക്കുറിച്ച് KPCC അന്വേഷണം നടത്തും. NM വിജയന്റെ മരണത്തിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല. അന്വേഷണം പൂർത്തിയാകാതെ എങ്ങനെ പണം നൽകുമെന്നും അന്വേഷണം എന്ന് തീരുമെന്ന് വ്യക്തതയില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അത് പറഞ്ഞല്ലോ, അത് പാർട്ടി അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് KPCC നേതൃത്വം അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. NM വിജയന്റെ കുടുംബത്തിന് ഇപ്പോഴും ആ പണം കിട്ടിയിട്ടില്ല. അല്ലാതെ പണം കിട്ടണമെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കണം, കുറ്റക്കാരെ കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ടല്ല പണം കൊടുക്കാൻ പറ്റൂ. അല്ലാതെ അന്വേഷണം നടക്കുന്നതിനിടയ്ക്ക് പണം എങ്ങനെ കൊടുക്കുന്നത്? അന്വേഷണം പൂർത്തിയാകട്ടെ. പണം കൊടുത്തില്ലെങ്കിൽ നാളെ നമ്മൾ കാണുമല്ലോ, അപ്പൊ വീണ്ടും ചോദിക്കാം. പരസ്പര വിരുദ്ധമായ വാക്കുകളാണ് നേതാക്കൾ പറയുന്നത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചില്ലേ? അവിടെ ആദ്യം രമേശ് ചെന്നിത്തലയും VD സതീശനും പറഞ്ഞത് എന്താണ്? എല്ലാ സഹായവും നൽകിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് എന്താണ്? ഈ അന്വേഷണം പൂർത്തിയാക്കാതെ പണം നൽകാൻ കഴിയില്ല എന്ന്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. NM വിജയന്റെ കുടുംബത്തിനോ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടത്തിന്റെ കുടുംബത്തിനോ കോൺഗ്രസിൽ നിന്ന് ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ട എന്ന് നമുക്ക് ഉറപ്പാവുകയാണ്. ഇന്നലെ NM വിജയന്റെ മരുമകൾ പത്മജ കൈരളി ന്യൂസിനോട് തുറന്നു പറഞ്ഞതും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് തിയോഫിൻ എന്നോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. തിയോഫിൻ, ഉത്തരവാദപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളാണ്. ഒരാൾ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ്, മറ്റൊരാൾ മുതിർന്ന നേതാവ്, പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവ്, മറ്റൊരാൾ ജനപ്രതിനിധിയായ MP, പാർലമെന്റ് അംഗം നമ്മളോട് പറഞ്ഞത് പരസ്പര വിരുദ്ധമായ വാചകങ്ങൾ. രണ്ട് കോൺഗ്രസ് നേതാക്കളാണ് അവരുടെ ഗ്രൂപ്പുകളിയെ തുടർന്ന് അവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ആ രണ്ടുപേരുടെ കുടുംബങ്ങളും ഇന്ന് പെരുവഴിയിൽ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തതയും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വ്യക്തമായ മറുപടി പോലും ഉണ്ടാകുന്നില്ല എന്നാണോ ഇവരുടെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? മനു, തീർച്ചയായും. അതായത് ഈ പല പ്രശ്നങ്ങൾ, ഗ്രൂപ്പ് വൈരത്തിൻ്റെ പേരിൽ ഉൾപ്പെടെ പല പ്രതിസന്ധികളിൽ ഉൾപ്പെടുകയും സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കൾക്ക്, വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അവരുടെ കുടുംബത്തിനോ യാതൊരു നീതിയും ലഭിക്കില്ല ഈ പാർട്ടിയിൽ നിന്ന് എന്നത് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ വാക്കുകൾ. ഒരു കാര്യം VD സതീശൻ പറയുന്നത്, പാർട്ടി ആവശ്യമായതെല്ലാം ചെയ്തു, DCCയും KPCCയും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു, അവർക്ക് പണം നൽകിയെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് കിട്ടിയിട്ടില്ല എന്ന് കുടുംബം തന്നെയാണ് പറയുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് അത് സ്ഥിരീകരിക്കാൻ ഇവർ തയ്യാറല്ല. എല്ലാ സഹായങ്ങളും വേണ്ടതൊക്കെ ചെയ്തു എന്ന് VD സതീശൻ ഉറപ്പിച്ചു പറയുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ്, അത് നൽകിയിട്ടുണ്ടെന്നാണ് തൻ്റെ വിശ്വാസം എന്ന് പറയുന്നു. പക്ഷേ മറ്റൊന്ന്, അതിനപ്പുറം പോയി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് പാർട്ടി അന്വേഷിക്കുന്നു, പാർട്ടി ഇത് വ്യക്തമായി എന്താണ് സംഭവിച്ചത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്വേഷണം പൂർത്തിയാകുന്നവരെ പണം നൽകാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകളിൽ നിന്ന് നേരിട്ട് തന്നെ വ്യക്തമാണ്, പാർട്ടി ഈ കുടുംബത്തിന് പണം നൽകിയിട്ടില്ല, നൽകാൻ ബാധ്യതപ്പെട്ട പണം നൽകിയിട്ടില്ല, അവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്നലെ ആത്മഹത്യ ചെയ്ത ജോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നേതാക്കൾ പറയുന്നത് അറിയില്ല എന്ന് പറയുന്നു ചെന്നിത്തല. അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നു. വ്യക്തമായ ഒരു മറുപടി നമ്മൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കും എന്നാണോ ഈ നേതാക്കൾ കരുതുന്നത്? ഈ പൊതുസമൂഹം ഇവരുടെ വാക്കുകൾ വിശ്വസിക്കും എന്നാണോ അവർ കരുതുന്നത്? ജോസ് നെല്ലേടം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യയെക്കുറിച്ച് അറിയില്ല എന്ന് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് വിശ്വാസത്തിലെടുക്കണം? ഇന്നലെ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിറഞ്ഞു നിന്ന വിഷയമല്ലേ? മാധ്യമങ്ങളിലെ വാർത്ത വേണ്ട, സ്വന്തം നേതാക്കളിൽ നിന്ന് അവർ ആ വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ലേ? എന്നിട്ടും ഞങ്ങളത് അറിഞ്ഞില്ലേ, ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് കൈമലർത്തിയാൽ നമ്മളത് എത്ര കണ്ട് കണക്കിലെടുക്കണം? തിയോഫിൻ, ഒന്ന് നോക്കൂ, രണ്ട് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവരുടെ ഗ്രൂപ്പ് പോരിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. അതിൽ NM വിജയൻ അദ്ദേഹത്തിന്റെ മകന് വിഷം കൊടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. ഏറ്റവും ദാരുണമായ സംഭവം. ഗ്രൂപ്പ് കളികൾ, കോൺഗ്രസിലെ വിഴുപ്പലക്കലുകൾ, എല്ലാ സീമകളും ലംഘിച്ച് മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടും ഇത്ര നിസ്സാരമായി ആ വിഷയത്തെ സമീപിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ എങ്ങനെ വിശ്വസിക്കും ഈ നാട്, ഈ പൊതുസമൂഹം? മനു, ഈ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ, അതായത് ഏത് ഗ്രൂപ്പിലാണെങ്കിലും ശരി, ഈ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക്, അതായത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നേതാക്കൾ ഒഴികെ, അല്ലെങ്കിൽ ഇവരുടെ ഈ നേതൃത്വത്തിൽ നിന്ന് ആർക്കും നീതി കിട്ടില്ല എന്ന് വ്യക്തമാണ്. അതായത് ഏതെങ്കിലും ഗ്രൂപ്പിനോടൊപ്പം നിന്നാലും അല്ല മറുപക്ഷത്തെ തള്ളുകയോ, അല്ലെങ്കിൽ ആ പക്ഷത്തിനൊപ്പം നിൽക്കുന്ന നേതാക്കൾ മറ്റേ ഗ്രൂപ്പിലുള്ള നേതാക്കളെയോ അല്ലെങ്കിൽ തള്ളിപ്പറയുകയോ, അങ്ങനെയൊന്നും അല്ല ഇത്. രാഷ്ട്രീയമായി തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ കൂടി നീതി എന്ന് പറയുന്നത്
എല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ടതാണ്. അത് ആർക്കും കിട്ടില്ല എന്നാണ് ഇപ്പോൾ നേതാക്കളുടെ വാക്കുകൾ വ്യക്തമാകുന്നത്. കാരണം നൽകേണ്ടതൊക്കെ നൽകി എന്ന് പറയുമ്പോൾ സാമ്പത്തിക ബാധ്യതയില്ല, പണം നൽകാനില്ല, അവരെ സഹായിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കുടുംബം ഇന്നലെ വ്യക്തമാക്കിയതിൽ നിന്ന് തന്നെ ഒരു കരാറുണ്ടാക്കി ആ എഗ്രിമെൻറ്റിൻ്റെ പേപ്പർ പിന്നെ അത് കാണാനില്ല എന്ന് പറയുന്നു, പണം നൽകാമെന്ന് പറയുന്നു, സാമ്പത്തിക ബാധ്യത തീർക്കാമെന്ന് പറയുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാണ്. കുടുംബം അത് വ്യക്തമാക്കുന്നു. അവിടെ പണം നൽകി എന്ന് നേതാക്കൾ പറയുന്നു. പക്ഷേ ഇതിനകത്ത് കുടുംബത്തിന് പണം കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകളിൽ നിന്നാണ്. എന്തായാലും ഏതെല്ലാം രീതിയിൽ അദ്ദേഹം സർക്കാരിനെ ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്, ആ കുടുംബത്തിന് പണം നൽകിയിട്ടില്ല എന്നത്. അപ്പോൾ ഒരു കാര്യം അവർ അന്വേഷണം നടത്തുന്നു എന്നാണ്. എന്താണ് അന്വേഷണം? അന്വേഷണം ഇതിൽ നടത്തുന്നത്? ഒരു കുടുംബത്തിനെ പൂർണ്ണമായും സാമ്പത്തിക ബാധ്യതയിലാക്കുന്നു, അവരെ കഷ്ടപ്പെടുത്തുന്നു, ആ ബാധ്യതയുടെ പേരിൽ ജീവൻ വരെ അവർ നഷ്ടപ്പെടുത്തേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. നമുക്ക് എടുത്തു പറയണം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ പറയുമ്പോൾ 2 ആത്മഹത്യകളെക്കുറിച്ച് മാത്രമാണ് നമ്മളോട് പറയുന്നത്. 2 അല്ല, അതിലധികം ഉണ്ടായിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുറച്ച് കാലങ്ങളിലായി ഇത്തരം ഗ്രൂപ്പ് വൈരവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ആ രീതിയിൽ സമ്മർദ്ദത്തിലായി ജീവൻ വെടിഞ്ഞവരുടെ എണ്ണം 5ഓളമാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത്തരത്തിൽ വലിയ നോക്കണം, ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവരുടെ നേതാക്കൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നു, അവർ ഓരോ ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ഈ ഗ്രൂപ്പിന് വേണ്ടി മറ്റേ ഗ്രൂപ്പിലുള്ളവരെ ബലിയേടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ അതിനുവേണ്ടി ഗ്രൂപ്പ് നേതാക്കളുടെ ഒരുപക്ഷെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച് തനിക്കൊപ്പമുള്ളവരെ ചുറ്റുപാടുമുള്ളവരെ തന്നെ ശത്രുക്കളാക്കി മാറ്റുന്ന അവസ്ഥയിലാണ് പല താഴേക്കിടയിലുള്ള നേതാക്കളും.